പാലക്കാട് നമ്മൾ UDF, LDF ഒപ്പം തന്നെ BJP കൂടെ പരിഗണിക്കേണ്ട ഒരു സ്ഥലം. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാന ലാപ്പിൽ കത്തിപ്പടർന്നപ്പോൾ അത് എങ്ങനെ പാലക്കാട്ട് പ്രതിഫലിക്കും എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സാജിദ് അജ്മലുണ്ട്. സാജിദ്, ഈ അവസാന നിമിഷങ്ങളിലും മണിക്കൂറുകളിലും പാലക്കാട്ട് 3 മുന്നണികളും എത്ര വലിയ പ്രതീക്ഷകൾ അവിടെ കാത്തുവെക്കുന്നുണ്ട്? നഗരസഭ മറിച്ചിടാൻ കഴിയും എന്ന UDFന്റെ അവസാനവട്ട പ്രതീക്ഷയ്ക്ക് മേൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം വലിയ കരിനിഴൽ വീഴ്ത്തിയിരുന്നു. അത് മറികടക്കാൻ അവിടെ UDFന് സാധിച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിവസം പോലും ഉണ്ടായ അക്രമ സംഭവങ്ങൾ, അതെല്ലാം കഴിഞ്ഞിപ്പോൾ ജനവിധി വരാനിരിക്കുമ്പോൾ പാലക്കാടൻ കാറ്റ് ആർക്കനുകൂലമായിരിക്കും? സാജിദ്. സൈഫുദ്ദീൻ ജിൽസി, ഗുഡ് മോർണിംഗ്. 150 വർഷത്തിലധികം പഴക്കമുള്ള പാലക്കാട് നഗരസഭയുടെ കെട്ടിടത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് 10 വർഷമായി BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ BJPയുടെ ഭരണം UDFന് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ ഉള്ള കാര്യം. 5 റൗണ്ടുകളാണ്. 5 റൗണ്ട് പൂർണ്ണമായി പറയാൻ കഴിയില്ല. 4.5 റൗണ്ടുകളാണ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ള വോട്ടെണ്ണൽ ഉണ്ടാവുക. ഇത് ആദ്യ റൗണ്ടിൽ 2 റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കീഴിൽ ഒരു റൗണ്ടിൽ 6 വീതം, അങ്ങനെ 12 വാർഡുകളാണ് എണ്ണുക. 1 മുതൽ 6 വരെയും അതോടൊപ്പം തന്നെ 28 മുതൽ 33 വരെയും ആണ് ആദ്യം എണ്ണുക. ഇതിൽ ഈ സാധ്യത കൽപ്പിക്കുന്നത് ആദ്യ റൗണ്ടിൽ ഏതാണ്ട് BJPക്കും അതോടൊപ്പം തന്നെ LDFനും UDFനും വെൽഫെയർ പാർട്ടിക്കും എല്ലാം തന്നെ ഒരുപോലെ ശക്തി കേന്ദ്രങ്ങളായ വാർഡുകളാണ് ആദ്യ റൗണ്ടിലുള്ളത്. രണ്ടാമത്തെ റൗണ്ടിലും LDFും UDFനും BJPക്കും ഒരുപോലെ ഉള്ളതാണ്. എന്തായാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ആണ് പാലക്കാട് നഗരസഭയിൽ നടക്കുന്നത്. മറ്റ് നഗരസഭകളുടെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ചിറ്റൂർ നഗരസഭ, പട്ടാമ്പി നഗരസഭ, ചെർപ്പളശ്ശേരി നഗരസഭ എന്നിവിടങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ്. ചിറ്റൂരും പട്ടാമ്പിയും ഇത്തവണ UDFനൊപ്പം നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെർപ്പളശ്ശേരിയിലും വാശിയേറിയ പോരാട്ടം നടക്കുന്നു. പിന്നീട് ഷൊർണൂരും ഒറ്റപ്പാലത്തും അവിടെ BJPക്കും ഈ ശക്തമായ ഒരു പ്രതിപക്ഷ നിരയായി നിൽക്കുന്ന നഗരസഭകളാണ്. 88 പഞ്ചായത്തുകളിൽ 22 മാത്രമാണ് നിലവിൽ UDFനൊപ്പമുള്ളത്. അത് വർദ്ധിപ്പിച്ച് 40 കടക്കുമെന്നാണ് VK ശ്രീകണ്ഠനും DCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ വരുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിൽ ഭരണമാറ്റത്തിനുള്ള സാധ്യത ഇല്ല. എന്നാൽ 31 വാർഡുകളാണ് നിലവിൽ ഉള്ളത്. അതിൽ 3 മാത്രമാണ് UDFനൊപ്പം നിൽക്കുന്നത്. അത് ഒരുപക്ഷെ വർദ്ധിച്ച് ഒരു 7ഓ 8ഓ ഒക്കെ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഇടത് കോട്ടയായ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം തന്നെ ഭരിക്കാനുള്ളൊരു സാധ്യതയാണ്. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 മാത്രമാണ് UDFനൊപ്പം ഉള്ളത്. അതിൽ വർധന ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥരും മറ്റും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിയുടെ ആളുകളും മറ്റും വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അത് ഏത് രീതിയിലാണ് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുക. സൈഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അക്രമ സംഭവങ്ങളുണ്ടായി, അത് ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമോ തുടങ്ങിയവെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഈ ഏറ്റവും പ്രധാനം പാലക്കാട് നഗരസഭ തന്നെയാണ്. അതിൽ 1 മുതൽ 6 വരെ വാർഡുകൾ, അതിൽ BJPക്കും UDFനും ഒരുപോലെ സാധ്യത. 28 മുതൽ 33 കൂടുതൽ UDFനും LDFനും വെൽഫെയർ പാർട്ടിക്കുമാണ് ഉള്ളത്. പിന്നെ ഇന്ന് UDF എങ്ങാനും പാലക്കാട് നഗരസഭ തിരിച്ചു പിടിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായിരിക്കും ചെയ്യാൻ പോവുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ആകാംക്ഷ. എന്തായിരിക്കും ചെയ്യാൻ? മിക്കവാറും കുറെ പടക്കമൊക്കെ മേടിച്ച് അപ്പൊ അതും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ടല്ലേ തെരഞ്ഞെടുപ്പ് ഫലം വരും. ശരി, നഗരസഭ തിരിച്ചു പിടിക്കുമെന്ന് തുടക്കത്തിൽ രണ്ടാമത്തെ കേസിൽ കുരുക്കിലാകുന്നതിന് മുമ്പ്, ലോക്കാകുന്നതിന് മുമ്പ് അദ്ദേഹം നിരന്തരം പറയുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് ലോക്കായത്.